Good morning, sir. Yes, and good morning. Good morning, sir. Good Yes, morning, Good sir. morning, sir. good morning. Aisha, good morning. Gina, Narmida, good morning. Good morning, sir. Morning, sir. Okay, also Jinsi, good morning. Good morning, sir. Okay, Alusa നേരത്തെ വന്നിട്ടുണ്ടല്ലോ. സന്തോഷം കൊണ്ട് അല്ലൂസ് ഇരിക്കാൻ വയ്യ അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇന്നത്തേക്ക് ദിവസത്തേക്ക് മാത്രം വന്നുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. അല്ലേ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വയും വെള്ളിയും സാറിന്റെ ക്ലാസ് അല്ലേ? അല്ല, ഇന്നത്തേക്ക് സാറ് വന്നെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞേ. ഒരു മിനിറ്റ് ഒരു കൺഫ്യൂഷൻ. അല്ല, ചൊവ്വാഴ്ച ക്ലാസ് ചൊവ്വാഴ്ചയാണ്. നമുക്ക് ടൈം ടേബിൾ വന്നത് തിങ്കളാഴ്ച ചൊവ്വയും വെള്ളിയുമാണ് സാറിന്റെ ക്ലാസ്. ബുധനാഴ്ച അശ്വതി മിസ്, വ്യാഴാഴ്ച ജിഷ മിസ്, തിങ്കളാഴ്ച തിരിച്ച് വെനസ്ഡേ ജിഷ മിസ്സാ, വ്യാഴാഴ്ചയാണ് അശ്വതി മിസ്. സോറി, അങ്ങനല്ല. പക്ഷേ സാറ് കഴിഞ്ഞപ്പോ ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. എന്റെ കേസ് മാത്രം ഞാൻ പറഞ്ഞത്, എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഫസ്റ്റ് അവർ ഞാൻ ബുധനാഴ്ച വെള്ളി കേട്ടോ. അതാണ് എന്റെ പീരീഡ്. കാരണം ഈ ടൈം ടേബിൾ ഇപ്പോ ഇന്നലെ മുതൽ പുതിയൊരു ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. MT20 വന്നത്. അപ്പൊ 20 വന്നപ്പോ അങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ടൈം ടേബിൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോ ചെറിയ മാറ്റം. അപ്പൊ ഇതിനുള്ള ടീച്ചർ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൈം ടേബിള്. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഞാൻ വരുന്നത് വെനസ്ഡേ, അതിനോടൊപ്പം തന്നെ ഫ്രൈഡേ. ഓക്കെ, അതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാളെപ്പോഴും വേണം. ഞാൻ പിടിവിട്ടു പോയാലും അത് ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഹു ഈസ് ഡൂയിങ് പ്രയർ? സർ, ഞാനാണ്. ഓക്കെ, ചെയ്യുമ്പോൾ നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. താങ്ക് യു, സർ. ഓക്കെ. ഈ മ്യൂസിക് പഠിച്ച ആൾക്കാർ പാട്ട് പാടുമ്പോ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചെയ്യുമ്പോൾ നമ്മളൊരു പുസ്തകം എടുത്തിട്ട് ഒരറിവില്ലാത്തവന്റെ കയ്യിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ പേജ് കിളി കഴിയും. ഒരറിവുള്ള ആളുടെ കയ്യിലാണ് ആ പുസ്തകം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് അതിന്റെ മൂല്യം അറിയും. അപ്പൊ അത് വായിക്കാൻ നോക്കും. എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ സംഗതികൾ. നമ്മൾക്ക് അതിനെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിലേ നമുക്ക് അതിൻ്റെ അകത്ത് പ്രിയപ്പെട്ടതായിട്ട് മാറും. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ ചെയ്യുമ്പോൾ? യെസ്, വെരി ഗുഡ്. Who is doing thought of the day? Sir, Jana sir. Good morning, sir. Okay. Yes, good morning. Okay, parate sir. Yes, you start. Where there is a will, there is a way. If we really want something, we can achieve it. Thank you, sir. Yes, where there is a will, there is a way.
മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്, മനസ്സില്ലേ വഴിയില്ല. മനസ്സുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവിച്ചു. എന്താ, ഒരാളെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാം പെൺകുട്ടികളായതുകൊണ്ട് ഞാനൊരു ആണിനെ ഒരാണിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിനെ അയാളെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. എന്തുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും. ഇനി അതേ ആളെ കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാളെ വെറുക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ആ വെറുക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ കണ്ടെത്തിയ കാരണങ്ങളൊക്കെ നെഗ്ലക്റ്റ് ആവും. പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ ഇതാണ് നമ്മുടെ പ്രത്യേകത. മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ടെന്ന് പറയില്ലേ. പക്ഷെ ചില സമയത്ത് നമ്മുടെ മനസ്സ് ഒരു സ്ഥലത്തേക്ക് മാത്രം മനസ്സിൽ ചെയ്യും. അപ്പൊ നമ്മൾ ഇത് കാണില്ല, ഒരു കോംപ്രമൈസിനുള്ള അതിനുള്ളൊരു പാത നമ്മൾ കാണാണ്ട് പോകും. യെസ്, നിങ്ങൾക്ക് ഒരു പക്ഷെ അത് അനുഭവം ഉണ്ടായി വരില്ല. ഇനിയും നിങ്ങളുടെ ജീവിതം വളരെ മുന്നോട്ട് വർഷങ്ങൾ കിടക്കുകയാണ്. ആ വർഷങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങളിത് ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ അല്ല അവസ്ഥകളിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കും, യെസ്, പണ്ട് നിങ്ങൾ പറഞ്ഞത് ഇത് പറഞ്ഞ ഞങ്ങളുടെ ഒരു ജോബ് സാധനം ഉണ്ടായിരുന്നു പറഞ്ഞത് അങ്ങനെ ആയി. യെസ്, അന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രശസ്തിയുടെ മുഴുമുടിയിലായിരിക്കും. ഓക്കെ, അപ്പൊ തോട്ടത്തിന്റെ പോട്ടെ, വേർ നെരിസവിൽ നെരിസവിൽ. ഇനി സൈനിങ് ഓൺ. Good morning, sir. Yes, Dina. Today is December 16, 2025. So let's make a few sentences about good habits. Yes. Good habits are positive, repetitive action like exercising, eating well, and being punctual, which build discipline, improve well-being, mental and physical, and form the foundation for personal growth, success, and a more fulfilling life, turning small daily efforts into significant long-term benefits. Thank you. Yes. Very good, very good, very good. Yes. Yes. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ജീന പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊരു ഗുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ എക്സസൈസ്. ഒരു എക്സസൈസ് പോലെയായിട്ട് നമുക്ക് തന്നെ പരിഗണിക്കാം. യെസ്, സോ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പർ 12 ആണ്. യൂണിറ്റ് നമ്പർ 12. ആ 12 പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പിൾ. അപ്പൊ എന്താണ് പാർട്ടിസിപ്പിൾ, അതിന്റെ ഉപയോഗം എന്താണ്, അത് ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ടിസിപ്പിൾ. യെസ്, പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് വാട്ട് ഈസ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. വാട്ട് ഈസ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാർട്ടിസിപ്പിൾ ഈസ് എ ഫോം ഓഫ് വെർബ്. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോം ഓഫ് വെർബാണ്. ആ പാർട്ടിസിപ്പിൾ ഒന്നുകിൽ ഒരു വെർബായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവായിട്ടോ ഉപയോഗിക്കണം. ഒന്നുകിൽ ഒരു വെർബായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവായിട്ടോ ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. So we can say participle is a form of verb used as adjective or a verb in a sentence. Yes. അപ്പോൾ ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു വെർബായിട്ടോ ഓക്സിലറി വെർബിന്റെ കൂടെ ഒരു വെർബായിട്ടോ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നിനെ
പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിന് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യും. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് നമ്മൾ തൽക്കാലം വി ടേക്ക് ഇറ്റ് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതിന് പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, എങ്ങനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? നമുക്കറിയാം പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാണ്. Participle is a form of a verb which is used as a adjective or verb. Participle that can be divided into two. One is present participle, the next one is past participle. So we set aside past participle. Past participle ne nam neeki vechu. എന്നിട്ട് we discuss the present participle. Present participle we discuss it. Okay. അപ്പൊ ഞാൻ പ്രസന്റ് പാർട്ടിസിപ്പിളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ അറിയാം, ഒരു വെർബ് എടുക്കുമ്പോൾ അതിന് നമ്മൾ 3 ടെൻസ് എടുക്കും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക V1, V2, V3. വെർബിന്റെ ബേസ് ഫോം, സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം ആണ് V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും സെയിം ആണ്. യെസ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയതിനു ശേഷം അപ്പുറത്ത് ഒന്നുകൂടെ എഴുതുക. അതെന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ മനസ്സിലെഴുതിയാൽ മതി. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടെ എഴുതുന്നു പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇനി നമുക്ക് എഴുതാം, ഗോ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ എടുക്കുക. അപ്പൊ അത് പ്രസന്റ് ടെൻസ് ആണ്, അത് പ്രസന്റിന്റെ ഇടയിൽ എഴുതി. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, GONE, ഗോൺ. ഇനി ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു ഇമാജിനറി ആയിട്ട് ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതാൻ പറഞ്ഞില്ല. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തായാലും വരും. നേരത്തെ നമ്മൾ പ്രസന്റിൽ കണ്ട വേർഡില്ലേ, അതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കും. എന്താണത്? ഗോയിങ്. ടേക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. ഇനി അപ്പുറത്തൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ടേക്ക് എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസിന്റെ കൂടെ ഒരു ING ചേർക്കുക. അപ്പൊ എന്തായി? ടേക്കിംഗ്. ലുക്ക് പ്രസന്റ് ടെൻസ്, ലുക്ഡ് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് എന്ന് തരുന്നത്. ഇനി അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ലുക്കിംഗ്. അപ്പൊ ഞാനതൊന്ന് എഴുതാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാകുന്ന പിക്ചറിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതൊന്ന് നമുക്ക് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ING ഫോം ഓഫ് ദ വെർബിനെയാണ് എന്ത് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ING ചേർത്ത് എഴുതുന്ന എല്ലാത്തിന്റെയും നമ്മൾ എന്ത് പറയുന്നു? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നു. അപ്പോ ING വേണം, അത് നിർബന്ധമാണ്. അത് മാത്രമേ ഓർത്താൽ മതി. സോ വി ആർ ഡിസ്കസിങ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും എന്തുണ്ടാവും? ING ഉണ്ടാവും. ഒന്നുകൂടി ചുരുക്കി അവിടെ നമുക്ക് രേഖപ്പെടുത്തി വെക്കാം. ING ഫോം ഓഫ് ദി വെർബ് ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ING ഫോം ഓഫ് ദി വെർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ഭാഗത്ത് നമുക്ക് ആരംഭിക്കാം. അപ്പൊ അത് നിങ്ങളൊരു പിന്നീട് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വേറെ കാര്യങ്ങൾ പറയും. ഞാനൊരു സെന്റൻസ് പറയുന്നു, ആരതി ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയാം. ആരതി ഈസ് എ ഗുഡ് ലേഡി. ആരതി ഒരു നല്ല ലേഡിയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ആരതി എന്ന് പറയുമ്പോൾ ഒരു പേരാണ് അല്ലെ? അതൊരു പേരാണ്. അപ്പൊ നമുക്ക് നൗൺ എന്ന് പറയും. ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പേരാണ്, ഒരു സ്ത്രീ ആകുന്നു, അതും ഒരു നൗണാണ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബാണ്. ഈസ് ആകുന്നു, വെർബാണ്.
അതിനെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ബി വെർബ് എന്ന് പറയും. ഈസ്, ആമ്, ആറ്, വാസ്, വേർ ഇതൊക്കെ ബി വെർബ്സിൽ പെട്ടതാണ്. സാധാരണ വെർബാണ്, എന്നാലും ബി വെർബ് എന്ന് പറയും. യെസ്. അപ്പൊ ഈസ് എന്ന് പറഞ്ഞാലും വെർബാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ആർട്ടിക്കിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എ, ദി, ആർട്ടിക്കിൾ ആണ്. ഒരു ആർട്ടിക്കിൾ. അപ്പൊ ഞാൻ കൂടി പറയാം. ആരതി ഒരു നൗണാണ്, ഈസ് ഒരു വെർബാണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ ആണ്, ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അലൂസെ ഇത് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂസിനെ കിട്ടിയില്ല. ആൻസി പറയും. ഗുഡ് മാത്രം എന്താണ്? ആൻസിനെ കിട്ടിയില്ല. 1 തൊട്ട് 3 കറക്റ്റ് ആവുന്നത്. ശ്രുതിലക്ഷ്മി അഡ്ജക്റ്റീവ് എന്ന് തോന്നുന്നു. യെസ്. അപ്പോ സുബിത് ആൻസർ കറക്റ്റാണ്. 1 തൊട്ട് 3 എന്നുള്ളത് കറക്റ്റ് ആണ് അല്ലേ? അല്ലൂസ് വന്നില്ല, ആൻസറിനെ കിട്ടിയില്ല. അപ്പൊ ചിന്തിച്ചു കയറും. അയ്യോ സാറേ, എനിക്ക് ഇവിടെ വൈഫൈയുടെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുക സാറേ. സാർ വിളിച്ച ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് ഇവിടെ മൈക്ക് ഓൺ ആകുന്നില്ലായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഞാൻ വിചാരിച്ചേ ആരതി നൗണാണെന്ന് പറഞ്ഞു, ഈസ് വെർബാണെന്ന് പറഞ്ഞു, എ ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു, ലേഡി നൗൺ. പിന്നെ അതിന്റെ അകത്ത് പിന്നെ സാർ എന്താ ഒരെണ്ണം ബാലൻസ് വെച്ചു, ആ ഒരെണ്ണം കൂടി അങ്ങനെ പറഞ്ഞ പ്രശ്നം വെച്ച് അവസാനിച്ചില്ലേ എന്ന് ചിന്തിച്ചു വിചാരിച്ചു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ശരിയാണ് ശ്രുതി പറഞ്ഞ റൈറ്റ്, ഉത്തരം കറക്റ്റ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് ഒരു നൗണിനെ, ഒരു പേരിനെ, അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന വേരിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഇതിനെ പറയുമ്പോൾ നമ്മൾ പറയുന്ന പേര് നാമവിശേഷണം എന്നുള്ളതാണ്. അതിന്റെ ഇംഗ്ലീഷ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കറക്റ്റ്, യുവർ ആൻസർ ഈസ് റൈറ്റ്, അഡ്ജക്റ്റീവ്. അപ്പൊ നോക്കിയേ, ഈ ആരതി ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയുമ്പോ ആ ഗുഡ് എന്ന് പറയുന്ന സംഗതി ആരെ വിശേഷിപ്പിക്കുകയാണ്? ആ ലേഡിയെ വിശേഷിപ്പിക്കുകയാണ്. ലേഡി എന്ന് പറഞ്ഞാൽ ആരതി തന്നെയല്ലേ? യെസ്. അപ്പൊ ഒരു പേരിനെ വിശേഷിപ്പിക്കുകയാണ്, ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളെയും നമ്മൾ പറയുന്ന പേരെന്താണ്? അഡ്ജക്റ്റീവ് 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 എന്ന് പറയും. ഓക്കെ, അത് നമുക്കറിയാമല്ലോ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുള്ള ഒരു വാചകം മനസ്സിൽ നിന്ന് ഫീഡ് ചെയ്യും. ഒരു അഡ്ജക്റ്റീവ്, കാരണം അതിൻ്റെ അകത്തൊരു നൗൺ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന വാചകത്തിന് ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവണം. നമുക്ക് വേണമെങ്കിൽ പറയാം, ആർസു ഈസ് ആൻ എക്സലന്റ് സിംഗർ. കണ്ട, അപ്പൊ ആർസു എന്താണ്? ഒരു നല്ല പാട്ടുകാരിയാണ്. കണ്ട, എക്സലന്റ്, ആ വേർഡ് എന്താണ്? ആ ആർസുവിനെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലെ? ഒരു നൗണിനെ എക്സലന്റ് സിംഗർ. യെസ്. അതുപോലെ നിങ്ങൾ മനസ്സിലേക്ക് ഒരു സെന്റൻസ് കൊണ്ടുവരിക. ആ സെന്റൻസിന്റെ അകത്ത് ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവണം. ആ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഒരു പേരിനെ, ഒരു നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന വേർഡായിരിക്കണം. ഐഷ, ഐഷ മനസ്സിലേക്ക് വന്ന അഡ്ജക്റ്റീവ് പറഞ്ഞോളൂ. എന്താ സാർ? എനിക്ക് ചെവിക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റൂല. ഒന്നും കൂടി പറയാമോ? അതായത് ഒരു സെന്റൻസ് പറയാം, ആ സെന്റൻസിന്റെ അകത്ത് ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവും. അഡ്ജക്റ്റീവ് വരുന്ന സെന്റൻസ് പറയാനാ? സോറി, ഇഷ്ടം പോലെ എടുക്കല്ലേ, ഒരെണ്ണം അടുത്തിട്ടിയാ മതി. ഒരു മിനിറ്റ്. ഒരു സെന്റൻസ്, ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവണം അതിന്റെ അകത്ത്, അത്രേ ഉള്ളൂ. Haya is a writing. Haya is a writing book. അതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവ്? റൈറ്റിംഗ് അല്ലേ? വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയല്ലേ?
പ്രവൃത്തി പറയാൻ പറ്റുള്ളൂ. പ്രവൃത്തിയല്ല, ഒരു അഡ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞില്ല അഡ്ജക്റ്റീവ് എന്താണ്, ഞാൻ അപ്പൊ പറഞ്ഞില്ലേ, ഒരു പേരിനെ വിശേഷിപ്പിക്കണം. ഒരു നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ഒന്നുകൂടി ആലോചിച്ചോളൂ. ഓക്കെ ആയിഷ, നർബിത. ഓക്കെ, ജിൻസിയോട് വരും. നർബിത കഴിഞ്ഞ ജിൻസി. ഓക്കെ, നർബിത പറഞ്ഞോളൂ. The big elephant is walking. യെസ്. അപ്പൊ അതിനകത്ത് അഡ്ജക്റ്റീവ് ഏതാണ്? Big. ബിഗ്. വെരി ഗുഡ്. ബിഗ് എലിഫന്റ്. എന്താ Elephant. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എലിഫന്റ് ആന, അത് നൗണാണ്. ആ എലിഫന്റിനെ ഒന്ന് വിശേഷിപ്പിച്ചു. എങ്ങനെയുള്ള എലിഫന്റ്? ബിഗ് എലിഫന്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നർബിത. ജിൻസി പറഞ്ഞോളൂ. Harinandan is a clever boy. എന്താണ്? Harinandan is a clever boy. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹരിനന്ദൻ ഈസ് എ ക്ലവർ ബോയ്. ഈ ഹരിനന്ദൻ Sir, he is my son Harinandan. ഞാൻ ചോദിക്കാൻ പോയതാണ് ഹരിനന്ദനും ജിൻസി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് തോന്നിയത്. കറക്റ്റ്. അപ്പൊ ഈ ഓൺലൈൻ ഈ റെക്കോർഡ് ക്ലാസ് പയ്യനൊന്ന് കേൾപ്പിച്ചു കൊടുത്തോളൂ. എന്റെ അമ്മയ്ക്ക് എന്നെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ. ഓക്കെ, അൻസി പറഞ്ഞോളൂ. അൻസി. Gina was wearing a black hat. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ബ്ലാക്ക്, കറുത്ത നിറത്തിലുള്ള. ഷബ പറഞ്ഞോളൂ. Shabna is a brave girl. യെസ്, ബ്രേവ് ഗേൾ. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ഗേളിനെ വിശേഷിപ്പിക്കണം. എന്താണ്? ബ്രേവ് ആയിട്ടുള്ള ഗേൾ, ധൈര്യശാലി ആയിട്ടുള്ള ഗേൾ. യെസ്. അപ്പൊ ഇവിടെ കിട്ടിയാലോ? ഇനി ആർക്കാണ് റെഡി ആയിട്ടിരിക്കുന്നത്? പറഞ്ഞോളൂ. I am feeling happy today. I am feeling happy today. Yes. അപ്പൊ അതിനകത്ത് അഡ്ജക്റ്റീവ് ഏതാണ്? Happy. ഹാപ്പി. ഈ ഹാപ്പി എന്ന് പറയുന്ന സംഗതി എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ഹാപ്പി എന്ന് പറയുന്ന സംഗതി എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? Feeling. ഫീലിംഗ് അല്ലെ? ഫീലുണ്ട്. ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു അനുഭവം അല്ലേ, ഒരു തോന്നലല്ലേ? യെസ്. ഹാപ്പി എന്ന് പറയുന്ന പേര് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അല്ലൂസ് ഉപയോഗിച്ച സെന്റൻസിൽ അത് അഡ്ജക്റ്റീവിന്റെ പോലെയല്ല വന്നേക്കുന്നത്. യെസ്. അത് വേണമെങ്കിൽ പറയും ആ ഹാപ്പി എന്നുള്ള പേര് നമുക്ക് അഡ്ജക്റ്റീവായിട്ട്, പക്ഷെ സെന്റൻസ് ഒന്ന് മാറ്റേണ്ടി വരും. അതേ വാക്ക് തന്നെ ഹാപ്പി തന്നെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല. അത് അഡ്ജക്റ്റീവ് ആണ് വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ച്. യെസ്. അപ്പൊ ചിന്തിക്കുന്നത് എനിക്ക് വേറെ ആരുടെ കയ്യിലുള്ളത്? യെസ്. സാറേ ഞാൻ പറഞ്ഞോളൂ. ശ്രദ്ധയായി. She look happy today. She Look happy today. യെസ്. ഇത് ഇതിനകത്ത് ഏതാണ്? നിങ്ങളത് പറയുന്നുണ്ട്, പക്ഷെ അതിനകത്ത് നിങ്ങളുടെ ലോജിക്ക് മനസ്സിലാക്കണില്ല. ഞാൻ ഒന്നുകൂടി പറയാം. ശ്രുതി, ഞാൻ വേഗത്തിലോടി. ഞാൻ പറയും, ഞാൻ വേഗത്തിലോടി. ഐ റാൻ ഫാസ്റ്റ്. ഐ റാൻ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഏതാണെന്ന് പറയാമോ ശ്രുതി? സാറേ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല. റാൻ ഫാസ്റ്റ്. ഫാസ്റ്റ്. ഫാസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ ഫാസ്റ്റ് അഡ്ജക്റ്റീവ് അല്ല. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. കറക്റ്റ് നിങ്ങളെന്ന് പറഞ്ഞു ഫാസ്റ്റ് അഡ്ജക്റ്റീവ്, പക്ഷെ ഫാസ്റ്റ് അവിടെ അഡ്ജക്റ്റീവ് അല്ല. എന്തുകൊണ്ടല്ല? ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നോക്കി, ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്, ആക്ഷനാണ്. അതിന് 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഓടുക, ഓടി, ഓടും. യെസ്. അങ്ങനെ 3 കാലങ്ങൾ പറയാൻ പറ്റുന്ന വേർഡിന്റെ പേര് വെർബ് എന്നാണ്. അപ്പൊ വേഗത്തിൽ എന്ന് പറയുന്ന ആ വേർഡ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓടിയൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചാൽ അത് അഡ്ജക്റ്റീവ് അല്ല.
അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഒരു നൗണിനെ, ഒരു പേരിനെ അതിന് വിശേഷിപ്പിക്കണം. നേരത്തെ അല്ലൂസ് പറഞ്ഞപ്പോഴുണ്ടായ ആ ഒരു ചെറിയ മിസ്റ്റേക്കും ഇപ്പൊ ശ്രുതിയുടെ സെന്റൻസിൽ വന്ന സംഗതി ഇത് തന്നെയാണ്. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ശ്രുതി ഇപ്പൊ പറഞ്ഞ വാചകം ഒന്നും പറഞ്ഞേ. ആദ്യം പറഞ്ഞത് ശ്രുതി പറഞ്ഞു. She looked happy today. She looked happy today. അവൾ സന്തോഷവതിയായിട്ട് കാണപ്പെടുന്നു അല്ലേ? അപ്പൊ കാണപ്പെടുക എന്നുള്ളതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായ? അപ്പൊ അത് വെർബിനെ വിശേഷിപ്പിക്കണം. ഞാൻ വേഗത്തിൽ ചായ കുടിച്ചു. അപ്പൊ അത് എന്നെ വിശേഷിപ്പിക്കല്ല, ഞാൻ കുടിച്ച ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുകയാണ്. എന്ത് വേഗത്തിലാണ് കുടിച്ചത്. അല്ലെങ്കിൽ ഞാൻ സാവകാശം ചായ കുടിച്ചു. അപ്പൊ ആ സാവകാശം എന്ന് പറയുന്ന വേർഡ്, സ്ലോലി എന്ന് പറയുന്ന വേർഡ് കുടിച്ച് എന്നെയല്ല വിശേഷിപ്പിച്ചത്, ഞാൻ ചെയ്തൊരു പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത്. അത് അഡ്ജക്റ്റീവ് അല്ല. എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക, അതെന്തല്ല, അത് അഡ്ജക്റ്റീവ് അല്ല, അത് ആഡ്വർബാണ്. വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ അതെന്തായിട്ട് മാറും? അതൊരു ആഡ്വർബായിട്ട് മാറും. അപ്പോ വെർബിനെ വിശേഷിപ്പിക്കാതെ ഒരു പേരിനെ, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എനിത്തിങ്, എന്തിന്റെയെങ്കിലും ഒരു പേരിനെ കുറിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നൗൺ എന്ന് പറയാം. അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ എന്താവുള്ളൂ? അഡ്ജക്റ്റീവ് ആവുള്ളൂ. അല്ലാത്തത് വേറെ കാറ്റഗറിയാണ്. അതെപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പോ വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് ആഡ്വർബാണ്. അപ്പൊ വെർബാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. കാണപ്പെടുന്നു, കാണപ്പെട്ടു, കാണപ്പെടും. ഫീൽ ചെയ്യുക, ഫീൽ ചെയ്തു, ഫീൽ ചെയ്യും. കേട്ടോ? ഇങ്ങനെ 3 കാലങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ധന്യ വിമോദം എന്നുള്ളതിന് 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും? ഇല്ല. ധന്യ വിമോദം എന്ന് പറഞ്ഞാൽ വിമോദം തന്നെ. പുട്ട് രാവിലെ ഉണ്ടാക്കിയത്, അതിന് 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. 3 ഐറ്റം കൂട്ടി കഴിക്കാന്ന് പറയാം എന്നല്ലാതെ 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വെർബിന് എപ്പോഴും 3 ടെൻസ് പറയാൻ പറ്റും. നൗണിന് എന്ത് പറയാൻ പറ്റില്ല? ടെൻസ് പറയാൻ പറ്റില്ല. അങ്ങനെ ടെൻസ് പറയാൻ പറ്റാത്ത വേർഡുകളൊക്കെ നമ്മൾ നൗൺ എന്ന് പറയാം. യെസ്, ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഐ റാൻ ഫാസ്റ്റ്, ഞാൻ വേഗത്തിൽ ഓടി എന്ന് പറയുമ്പോൾ ഓടിയതിനെയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ എന്നെ ഇല്ല. ഞാനാണ് നൗൺ, എന്നെ വിശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ ചെയ്തൊരു പ്രവൃത്തി, ദാറ്റ് ഈസ് ഓടുക, അതിനെ വിശേഷിപ്പിക്കുക. എങ്ങനെ ഓടി? വേഗത്തിൽ ഓടി. അപ്പോ ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് അതിൻ്റെ അകത്ത് എന്തല്ല? അഡ്ജക്റ്റീവ് അല്ല. യെസ്, ഓക്കെ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. യെസ്. ആംഗ്രി യങ് മാൻ കറക്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞ അമീർ ഈസ് ആൻ ആംഗ്രി യങ് മാൻ. അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമുള്ള ചെറുപ്പക്കാരൻ, മുൻകോപിയാണ്. യെസ്. അപ്പൊ അവിടെ ആംഗ്രി എന്ന് പറയുന്ന വാക്ക് ഇതിനെ വിശേഷിപ്പിക്കുകയാണ്? ചെറുപ്പക്കാരൻ. കണ്ട, ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു അഡ്ജക്റ്റീവ് ആണ്. പിടികിട്ടിയല്ലോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞു. താജ്മഹൽ is a beautiful monument. യെസ്, കറക്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ, കറക്റ്റ് വേർഡ്, അഡ്ജക്റ്റീവ്. അഞ്ചു കറക്റ്റ് ആണ്. ഓക്കെ. ആരത് ഇപ്പൊ കറക്റ്റ് ആണ്. ബിഗ് ഹൗസിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ്? ബിഗ് ഹൗസ്. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സംഗതി പിടികിട്ടിയല്ലോ. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്? അപ്പൊ നമ്മൾ നേരത്തെ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നോക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രവീണ കറക്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ കറക്റ്റ് ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ് നമ്മൾ നോക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ വേറെ സംഗതി പറഞ്ഞത്, എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് പറയണം. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ്, ing ഉപയോഗിക്കുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. പിടികിട്ടിയല്ലോ? ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു വെർബിന്റെ കൂടെ ing ചേർത്ത് എഴുതുന്ന വാക്കുകളെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ING ചേർത്തൊരു വേർഡ് സെന്റൻസ് ഉണ്ടാക്കുന്നു. പക്ഷെ ആ ING ഉപയോഗിക്കുന്നത് ഇവിടെ എന്തായിട്ടായിരിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, അല്ല ഒരു കഥ വായിച്ചു. അത് ഞാൻ ഇന്ന് ഇംഗ്ലീഷിൽ പറയും. I read a story. I read a story. ഒരു സെന്റൻസ് കറക്റ്റ് അല്ലേ? ഞാനൊരു കഥ വായിച്ചു. ഞാൻ ആ സ്റ്റോറി എന്ന് എഴുതിയതിന്റെ തൊട്ട് മുന്നിൽ ഒരു വേർഡും കൂടി ചേർത്തിട്ട് വീണ്ടും പറയും. I read an interesting story. അപ്പൊ നമുക്ക് മനസ്സിലായി ആ സ്റ്റോറിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ്? നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. നോക്കിയേ, ആ സ്റ്റോറിക്ക് മുമ്പിൽ ഞാൻ ഉപയോഗിച്ച വേർഡ് ഏതാണ്? ഇൻട്രസ്റ്റിംഗ്. ആ ഇൻട്രസ്റ്റിംഗ് ING വന്നിട്ടില്ലേ? അപ്പൊ അതെന്തായി? അപ്പൊ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഇവിടെ എന്തായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്? അഡ്ജക്റ്റീവ് ആയിട്ട്. കാരണം എന്താണ്? ഈ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ വേർഡ് എന്തിനെ വിശേഷിപ്പിക്കുകയാണ്? സ്റ്റോറിയെ വിശേഷിപ്പിക്കുകയാണ്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ വന്നു. അപ്പൊ നിങ്ങൾ ഒരു ING ഉപയോഗിച്ചൊരു വേർഡ് പറയണം, ഒരു സെന്റൻസ് അത് ഉണ്ടാവണം. അത് എന്തിനെ വിശേഷിപ്പിക്കണം? ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. എന്തിനെ വിശേഷിപ്പിക്കണം? ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. അപ്പൊ എന്റെ ട്രാക്ക് പിടികിട്ടിയല്ല. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ചാനൽ ആരംഭിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നു. I started a channel. കുഴപ്പമൊന്നുമില്ല. I സബ്ജക്ട് നൗണാണ്, സ്റ്റാർട്ട് വെർബാണ്, ചാനൽ അതും ഒരു നൗണ്. ചാനൽ അല്ല, ഒരു ചാനൽ ആരംഭിച്ചു. ഞാൻ ആരംഭിച്ച ചാനൽ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു. I started a cooking channel. ഞാൻ ആരംഭിച്ച എങ്ങനെയുള്ളതാണ്? ഒരു കുക്കിംഗ് ചാനലാണ്. ഇവിടെ ഭക്ഷണത്തിന്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നോക്കി, ആ ചാനൽ എന്നുള്ളതിന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ചാനല്? കുക്കിംഗ്. അപ്പൊ കുക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അത്ര ING വന്നില്ലേ? ആ വേർഡ് അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഞാൻ ഉപയോഗിച്ചത് എന്തായിട്ടാണ്? ഈ ചാനലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ വേർഡ് എന്തായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യെസ്, അത് നമുക്ക് പറയാം. രാവിലെ ഞാൻ പത്രം എടുത്തു. പത്രം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? പത്രം ഞാൻ വായിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം? I read the news. കറക്റ്റ് അല്ലേ? I read the news. ഞാൻ വാർത്ത വായിച്ചു. ഞാൻ ആ വാർത്ത എന്ന് പറയുമ്പോൾ പേരല്ലേ? വാർത്ത. ആ പേരിന്റെ മുന്നിൽ ഞാനൊരു വാക്ക് കൂടി ചേർക്കുകയാണ്. I read a surprising news. സർപ്രൈസിങ് ന്യൂസ്. അപ്പൊ ആ ന്യൂസ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ്. എന്തുപയോഗിച്ച്? സർപ്രൈസിങ്. യെസ്, ആ സർപ്രൈസിങ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ING വന്നിട്ടില്ലേ? അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചു? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഞാനിപ്പോ 3 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. I started a cooking channel. I read an interesting story. I read a surprising news. നിങ്ങളും മനസ്സിലാലോചിക്കുക. ING ഉള്ളൊരു വേർഡ് നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ അത് എന്തായിട്ട് വരണം? അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ട് ഒന്നുകൂടി നോക്കുക. അത് നൗണിനെ തന്നെയല്ലേ വിശേഷിപ്പിക്കുന്നത്, അല്ലാണ്ട് ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന അല്ലല്ലോ എന്നൊന്നുകൂടി നോക്കുക. ഓരോരുത്തരും നോക്കുക. യെസ്, അവിടെ ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. ശ്രുതി, അത് പറഞ്ഞോളൂ. ആരാണ്? നർമിത, പറഞ്ഞോളൂ. I read a book. അപ്പൊ അതിന് I read a interesting book. അത് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ പിടിക്കിട്ടത്. കേട്ടില്ലായിരുന്നു സർ. ഓക്കെ ഓക്കെ. യെസ്, I drank boiling hot water. ശരിയാണോ? ബോയിലിംഗ് വാട്ടർ അല്ലേ? ബോയിലിംഗ് ഹോട്ട് വാട്ടറിന് കൊടുത്തു. ബോയിലിംഗ് ഹോട്ട് വാട്ടർ. ഓക്കെ. നോക്കി, നേരത്തെ ബ്യൂട്ടിഫുൾ ഹൗസ് പറഞ്ഞു. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ING വന്നിട്ടില്ല.
ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവിന്റെ അകത്തൊരു ing വേണം, എന്നാലത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവുള്ളൂ. യെസ്, ഞാൻ പറഞ്ഞ ഒന്നും കൂടി ക്രോഡീകരിക്കുകയാണ്. ഇത് കറക്റ്റ് ആണ് പ്രവീണ. ഐ റോട്ട് ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ. ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. ഐ റോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ. കറക്റ്റ് ആണ്. ഞാനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലേഖനം എഴുതി. ഓക്കെ, നിർമ്മിത പറഞ്ഞു. The happy boy is playing. യെസ്, ഓക്കെ, സമ്മതിച്ചു. ഹാപ്പി ബോയ് ഈസ് പ്ലേയിങ്. ഇതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവ്? Happy. ഹാപ്പി. ഞാൻ സമ്മതിച്ചു, സെന്റൻസ് കറക്റ്റ് ആണ്. ആ ഹാപ്പി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിന്റെ ing ഉണ്ടോ? ഇല്ല. അതാണ് പറ്റുന്നത്. ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചോ, ing കൂടി ചേർക്കാൻ പറ്റുന്നതായിരിക്കണം അഡ്ജക്റ്റീവ്. മനസ്സിലായോ? ഓക്കെ, യു ഗെറ്റ് ദ പോയിന്റ്. ഞാനപ്പോ പറഞ്ഞത് ഒന്നും കൂടി ഓക്കെ. ട്രാക്കൊക്കെ കറക്റ്റ് ആണ് പറഞ്ഞില്ല. അതുകൂടി ശ്രദ്ധിക്കണം, ആലോചിക്കും. ഞാൻ കൂടി പറയുന്നു. അഞ്ജു, ഇറ്റ്സ് എ വെരി കറക്റ്റ്, വെരി ഗുഡ്. ഐ സോ എ ബോറിംഗ് ഫിലിം. കറക്റ്റ് അല്ലേ? ഞാൻ ഓക്കെ, ഞാൻ വരാൻ ഒറ്റ മിനിറ്റ്. ഇത് നല്ല രസമായിട്ട് സെന്റൻസ് ആണ്. അഞ്ജു പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ സോ എ ബോറിംഗ് ഫിലിം. ഓക്കെ, നിങ്ങൾ ആദ്യം ഒരു അഡ്ജക്റ്റീവ് ഇല്ലാണ്ട് മനസ്സിൽ പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ അത് അഡ്ജക്റ്റീവ് ചേർക്ക്. യെസ്, ഐ സോ എ ഫിലിം. ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമയെ വിശേഷിപ്പിക്കാൻ തൊട്ടിപ്പുറത്ത് ബോറിംഗ്. ഐ സോ എ ബോറിംഗ് ഫിലിം. യെസ്, കണ്ടോ? അത് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഞാൻ ഒന്നും പറയണം. ഓക്കെ, വെരി ഗുഡ്. ഡോണ്ട് ട്രൈ ടു ക്യാച്ച് എ റണ്ണിംഗ് ട്രെയിൻ. ഓക്കെ, ഓടുന്ന തീവണ്ടിയെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. നമ്മൾ പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു, രണ്ടായിട്ട് വിഭജിക്കുമെന്ന് പറഞ്ഞു. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൊട്ടിട്ടില്ല, മാറ്റിവെച്ചു. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തു. ഐഷ, ഞാൻ വരാൻ ചെറിയ വിഷയങ്ങൾ. യെസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്തു. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ing ചേർത്ത പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. ആ ing ചേർത്ത് ഉണ്ടാക്കുന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ സെന്റൻസ്. ആ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേരിനെ വിശേഷിപ്പിക്കണമെന്ന് പറഞ്ഞു. യെസ്, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക. ആദ്യം ഒരു സെന്റൻസ്. ഓക്കെ, നേരത്തെ ആൻസി പറഞ്ഞോളൂ. എല്ലാവർക്കും I watched an exciting match on Sunday. I watched an exciting match on Sunday. Very good, very good. Okay, എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? മാച്ചിനെ വിശേഷിപ്പിക്കുക. ഗെയിം അല്ലേ? അത് പേരല്ലേ? എങ്ങനെയുള്ള ഗെയിം? എക്സൈറ്റിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ആർസം പറഞ്ഞു. The boys are playing in the big ground. Yes, ആർസം. അതിന്റെ അടുത്ത അഡ്ജക്റ്റീവ് ഏതാണ്? A big ground. ബിഗ് ഗ്രൗണ്ട് അല്ലേ? ing ചേർത്തിട്ടുള്ള അഡ്ജക്റ്റീവ് ഏതാണ്? Playing. അല്ല, അത് നോക്കി. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നല്ലേ? അപ്പൊ കളിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയല്ലേ? Okay, sir. ഞാൻ വേറെ ട്രൈ ചെയ്യാൻ. ആസു പറഞ്ഞ വാചകം കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. അതിനകത്തൊരു അഡ്ജക്റ്റീവ് ഉണ്ട്. ബിഗ് ഉപയോഗിച്ചില്ലേ? അഡ്ജക്റ്റീവ് ആണ്, സംബന്ധിച്ചു. പക്ഷെ ing ഇല്ലാത്ത ഒരു അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. ബിഗ് എന്താണ്? ബിഗ് ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിനെ വിശേഷിപ്പിക്കാനായിട്ട് ബിഗ് മാറ്റിയിട്ട് ing ഉള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഏതെങ്കിലും. അപ്പൊ കറക്റ്റ്. മനസ്സിലായോ? പറഞ്ഞോളൂ. I drank refreshing juice. I drank refreshing juice. Yes. Okay. ഇനി നേരത്തെ വേറെ ആരാണ് പറഞ്ഞിട്ട് ഞാനൊന്ന് അത് കഴിയുമ്പോ വരാന്ന് പറഞ്ഞല്ലോ ഒരാളോട്. ഐഷനോട്. ഐഷ. Sir, next to me, sir. Okay. ജിൻസി പറഞ്ഞോളൂ. That was an amazing movie. Yes, correct. That was an amazing movie.
അപ്പൊ മൂവിനെ വിശേഷിപ്പിക്കണം അമേസിംഗ് മൂവി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് കറക്റ്റ്. ഇനി ശ്രുതി പറയുന്നു ഐ വാസ് ഈറ്റിംഗ് ലഞ്ച് വെൻ യു അറൈവ്ഡ്. യെസ്, ശ്രുതി ഇതിൻ്റെ അകത്ത് ഏതാണ് ശ്രുതി വിചാരിച്ച അഡ്ജക്റ്റീവ് ഏതാണ്? നമ്മള് ആ അഡ്ജക്റ്റീവ് എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ സെന്റൻസ് നിലനിൽക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞു ഐ സ്റ്റാർട്ടഡ് എ കുക്കിംഗ് ചാനൽ. ആ കുക്കിംഗ് എന്നുള്ള വേർഡ് പ്രവീണ തെറ്റിലോട്ട് പോകുന്നു. ഞാൻ വരാം. അതായത് നോക്കിയേ, ഐ സ്റ്റാർട്ടഡ് എ കുക്കിംഗ് ചാനൽ. അല്ലാതെ കുക്കിംഗ് എന്ന് പറയുന്ന വേർഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഐ സ്റ്റാർട്ടഡ് എ ചാനൽ. ശ്രുതി ഇപ്പൊ പറഞ്ഞ ആ വാചകത്തില് ഓക്കെ നിർമ്മിത, ആ വാചകത്തിൽ അഡ്ജക്റ്റീവ് ഒന്ന് മാറ്റി നോക്കുക, എന്നിട്ട് ഇത് പറഞ്ഞു നോക്കിയ സെന്റൻസ് കറക്റ്റ് ആവുമെന്ന്. യെസ്, ഓക്കെ. പ്രവീണ രാജ് ഒന്നുകൂടി പറഞ്ഞ വാചകം എന്തായിരുന്നു? മനസ്സിലായി സാർ. ING ഫോം വേണം അല്ലേ? ഞാൻ അത് ING ഫോം വന്നില്ല. യെസ്, നിങ്ങൾ വിഷയത്തിന് മാറുപോലെ എങ്ങനെ കുറിച്ച് പശുവിനെ കുറിച്ച് 10 വാചകം എഴുതാൻ ഏതാ പറഞ്ഞ എന്തിനെ കുറിച്ച് എഴുതണം? പശുവിനെ കുറിച്ച് തന്നെ എഴുതണം. അതിന്റെ ഇടയ്ക്ക് ഏത് കയറി വരരുത്, തെങ്ങ് കയറി വരരുത്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ അവിടെ വിഷയത്തിൽ മുന്നിൽ നമുക്ക് പറയും. നമ്മൾ ഉപയോഗിക്കുന്നു ING ഉള്ള ഒരു വേർഡ്. ആ ING ഉള്ള വേർഡ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ്? ഒരു പേരിനെ വിശേഷിപ്പിക്കുന്നു. യെസ്, ശ്രമിച്ചു. എൻജോയ് പ്ലേയിങ് ബാഡ്മിന്റൺ. ഓക്കെ, I saw a swimming goldfish in the aquarium. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ സോ ഞാൻ കണ്ടു. അപ്പൊ സ്വിമ്മിംഗ് എന്നുള്ള വാക്ക് ഞാൻ മാറ്റിയാണ്. അതുപോലെ ഐ സോ ഫിഷ് ഇൻ ദ അക്വേറിയം. കറക്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്വിമ്മിംഗ് കൂടി നീന്തിക്കൊണ്ടിരിക്കുന്ന മീനെ കണ്ടു. കണ്ട, അപ്പൊ മീനെ വിശേഷിപ്പിക്കുകയാണ്. മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നൗണാണ്. എങ്ങനെയുള്ള മീൻ? സ്വിമ്മിങ് ആയിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് പറ്റുമെന്നേ, നിങ്ങളൊന്ന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. യെസ്, എവിടെയെങ്കിലും ING കണ്ട അത് എടുക്കാതല്ല, അത് ഒരു പേരിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. യെസ്, ഞാൻ ഇത് ആരെ കണ്ടു? അപ്പൊ ഞാനിത് കണ്ടത് ഹരിതയാണ്. അപ്പൊ ഞാൻ ഐ സോ ഹരിത എന്ന് പറയുന്നു. അപ്പൊ ഹരിത എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യാണ്? ഗേൾ എന്നാക്കി. ഐ സോ എ ഗേൾ. ഈ ഹരിത എങ്ങനെയാണ്? നല്ല ചാമിങ് ആയിട്ടുള്ള ഗേളാണ്. അപ്പൊ ഞാൻ എന്ത് പറയുന്നു? ഐ സോ എ ചാമിങ് ഗേൾ. കണ്ട, അപ്പൊ ചാമിങ് എന്ന് പറയുന്ന പേര് ING അവസാനിച്ചു. ആരെ വിശേഷിപ്പിക്കുകയാണ്? ഹരിതനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ കണ്ടോ, അതെന്തായിട്ട് വർക്ക് ചെയ്യുന്നു? അഡ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. യെസ്, സെന്റൻസുകൾ പോരട്ടെ. സെന്റൻസുകൾ ക്ഷണിക്കുന്നു. ING ഒരെണ്ണം പറഞ്ഞെന്ന് ചോദിച്ചാൽ വീണ്ടും പറയാവുന്നതാണ്. ING വേണം. ING വേണമെന്ന് മാത്രമല്ല, അത് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് വേണം. സർ പറയട്ടെ ഒന്ന്? ദ ഷൈനിങ് സ്റ്റാർസ് ലുക്ക് ബ്യൂട്ടിഫുൾ. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഐ സോ ഞാൻ കണ്ടു ഷൈനിങ് സ്റ്റാർ, മിന്നുന്ന നക്ഷത്രങ്ങളെ ഞാൻ കണ്ടു. അല്ലേ? ഐ സോ ഷൈനിങ് സ്റ്റാർ. കറക്റ്റ് ആണ്. ഞാനൊരു പേര് എടുത്തിട്ട് ഒരു പേര് എടുത്തേക്കണ്ട. ഓക്കെ, പറയട്ടെ സാർ? പറഞ്ഞു.
I feel relaxed after having a bath. Yes. തെറ്റാണോ സാർ? അതിൻ്റെ അകത്ത് അഡ്ജക്റ്റീവ് ഏതാണ്? ആൻസർ ഉദ്ദേശിച്ച അഡ്ജക്റ്റീവ് അതിനകത്ത് ഏതാണ്? സർ ബാത്ത്. ബാത്ത് അഡ്ജക്റ്റീവ് ആവണം എങ്ങനെയാണ്? സാർ ഇത് ഇവിടെ ING. സോറി സാർ, സോറി. നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നും, അപ്പൊ ഒന്ന് കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്നാലും ഇതാ പറഞ്ഞോളൂ. യെസ്, ഓക്കെ. സിംഗിങ് ബേർഡ് കറക്റ്റ് ആണ് ആരതി. യെസ്, ഈറ്റിംഗ് ഡോഗ് കറക്റ്റ് ആണ്. സംഗതി പിടികിട്ടിയല്ലോ, എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്ക് പിടികിട്ടിയല്ലോ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. തർബിയ, ഹി ടോൾഡ് എ ബോറിംഗ് സ്റ്റോറി കറക്റ്റ് ആണ്. സുധി, യെസ്, ഓക്കെ 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 കറക്റ്റ് ആണ്. ലക്ഷ്മി, സുധി കറക്റ്റ് ആണ്. അപ്പോ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിന്റെ പാരൻസ് നമുക്ക് യെസ്, ഓക്കെ 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 ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അതിനുള്ളൊരു ഉത്തരം പറയാനായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉള്ള ഒരു മാർക്കൊക്കെ എനിക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റും. യെസ്, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ ടി എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കാം. ടി. ടി മീൻസ് 10. ടി തുടങ്ങുന്ന രീതിയിലാണ് അതിന്റെ ആൻസർ വരേണ്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യങ്ങളിലേക്ക് ഇറക്കിയാണ്. നമുക്കൊരു 4 മിനിറ്റ് കൂടി, ഒരു 6 മിനിറ്റ് കൂടി ഉള്ളൂ. 6 മിനിറ്റ്. യെസ്, ചോദ്യം ഇതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഇത് ഇംഗ്ലീഷ് മീനിങ് ആണ്. അതിന്റെ ടിയിൽ തുടങ്ങുന്ന വൺ വേർഡ് ഇംഗ്ലീഷിൽ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ട്രാൻസ്ഫർ ആരും കറക്റ്റ് വേർഡ് വേറെയാണ്. അപ്പോ ട്രാൻസിസ്റ്റ് ഒക്കെയാണ്. ആദ്യം പറഞ്ഞത് 5 അല്ലേ? അപ്പൊ ഇന്ന് ധനുമാസം 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ 5-നെ പരിഗണിച്ചു. 1-ാം തീയതി ആയിട്ട് 5-ന് പറഞ്ഞത് തെറ്റില്ല. അപ്പൊ 5 ഉണ്ടായിരുന്നു, ശ്രുതി ലക്ഷ്മി ഉണ്ടായിരുന്നു, പിന്നെ ആരും ഉണ്ടായിരുന്നു? ശ്രുതി ഉണ്ടായിരുന്നു, ശ്രുതി ലക്ഷ്മി, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, നർമ്മിത. നർമ്മിത. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 3 പേരെയും പരിഗണിച്ചിട്ടാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് ട്രേഡ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ട്രേഡ് ആണ്. അപ്പൊ ട്രാൻസിസ്റ്റർ ഒക്കെ പറഞ്ഞു. അപ്പൊ ഏതാണ്ട് അതിന്റെ അടുത്ത കൂടെയൊക്കെ പോയതുകൊണ്ട് ആദ്യത്തെ ചോദ്യമായതുകൊണ്ടും 1-ാം തീയതി ആയതുകൊണ്ടും ഞാനത് വിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പാരലൽ ലൈൻസ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പിടികിട്ടുന്നുണ്ടോ എന്നും കൂടി ഞാൻ ഇതിന്റെ അകത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പാരലൽ ലൈൻസ് ഓൺ വിച്ച് എ ട്രെയിൻ റൺസ്. ആർസു, പ്രവീണ. പ്രവീണിന്റെ അടിയിൽ ആരായിരുന്നു? ആർസു, നർമ്മിത. പ്രവീണ. ഓക്കെ, നർമ്മിത നേരത്തെ വന്നതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ട്രാക്ക്. TRACK, ട്രാക്ക്. എല്ലാം ടിയിൽ ആരംഭിക്കുന്നുണ്ട്. യെസ്, അടുത്തത്. എ ടെറിബിൾ. TERRIBLE. A terrible that causes CAUSES. That causes sadness. SADNESS.
A terrible that causes sadness. ഓ ആരും വന്നില്ലെങ്കിൽ നമുക്ക് പറയാം വേറെ നല്ല കുറച്ചുകൂടി ഒക്കെ ശരിയാണ്. ഒരു പറ്റൊരു വേർഡ് അതിന് കോമൺ ആയിട്ട് ടെററിസം ഒക്കെയാണ് എന്റെ കറക്റ്റ് വേർഡ്. ഷേക്സ്പിയറിന്റെ നാടകങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ കറക്റ്റ് വേർഡുകൾ കിട്ടും. ഇതൊക്കെ എന്നെ സംഭവിച്ചിട്ട് ഇതൊക്കെ അതിന്റെ അടുത്ത് കൂടി പോകുന്നതാണ്. എ ടെറിബിൾ ദാറ്റ് കോസസ് സാഡ്നസ്. ഇതൊക്കെയാണ് അർത്ഥം. പക്ഷെ കറക്റ്റ് വേടായില്ല. അതാണ് പ്രവീണ. ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കൂ. ആ സെന്റൻസിനെ ഒന്ന് വൈയിൽ അവസാനിപ്പിക്കൂ. വൈയില് തീ തുടങ്ങിയിട്ട് വൈയിൽ അവസാനിപ്പിക്കും. അപ്പൊ ശരിയാവും. യെസ്, വെരി ഗുഡ് പ്രവീണ. പ്രവീണ, ഹരിത, അഞ്ചു അല്ലേ? പ്രവീണ, ഹരിത. ഞാനാണ് സർ. ആരാണ്? ആൻസിയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഹരിത നോ പരിഗണിക്കാം, നോ പ്രോബ്ലം. ഹരിത, ആൻസി. ഇനി വേറെ ആരുണ്ടായത്? അഞ്ചു. അഞ്ചു നേരത്തെ വന്നാണ്. അല്ല, പ്രവീണ ഞാൻ, പ്രവീണ ചേച്ചി കഴിഞ്ഞ ഞാൻ, പിന്നെ ഹരിത എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ചു ഉണ്ടായില്ല അല്ലേ? യെസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ട്രാജഡിയാണ്. ഞാൻ നേരത്തെ ഷേക്സ്പിയറിനെ വെച്ച് ചിന്തിക്കാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ രണ്ടായിട്ടാണ് വിഭജിച്ചേക്കുന്നത്. ഒന്ന് കോമഡി, ഒന്ന് ട്രാജഡി. പര്യവസാനിയായ നാടകങ്ങളും അങ്ങനെ അല്ലാതെ ഉള്ള നാടകങ്ങളും. ആ ദുരന്തത്തിൽ വരുന്ന നമ്മൾ തിരിക്കുമ്പോൾ പറഞ്ഞത് കോമഡി ആൻഡ് ട്രാജഡി. അപ്പൊ ആ ട്രാജഡി എന്നുള്ള വേർഡ് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് സംഗതി പറഞ്ഞത്. യെസ്, പക്ഷെ നിങ്ങൾ ആരും ആ വഴിക്ക് പോയില്ല. യെസ്, അടുത്തത്. ആലോചിച്ച് പറയാം മതി. ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, ആലോചിക്കാം. എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ, temporary mental condition in which someone is not in the control of themselves. ചോദ്യത്തിലുള്ളൂ. A temporary mental condition in which someone is not in the control of themselves. ടെൻഷൻ ആണ്. ടെൻഷൻ ഒരു പൊത്തത്തിലുള്ള വാക്കാണ്. വേറൊരു വേർഡുണ്ട് ഇതിന്. ആ യെസ്, ആർസു, ഹരിത, അല്ലു സാർ. ആർസു, ഹരിത, അല്ലു സാർ വന്നിട്ടില്ല. സാർ ആരെ പറഞ്ഞാണ് കറക്റ്റ്? ടെൻഷൻ ആണോ? ശരി, ശരിക്കുള്ള ടെൻഷൻ ഒഴിവാക്കാം നമുക്ക്. ടെൻഷൻ കറക്റ്റ് അല്ല. ശരിക്കുള്ള ഇതിന്റെ വേർഡ് ഞാൻ അതിനോട് അനിയത്തോട് പോയപ്പോ പരിഗണിച്ചാണ്. TRANC, ട്രാൻസ് എന്നാണ് കറക്റ്റ് ഉള്ള വേർഡ്. TRANC. യെസ്. അപ്പൊ ചോദ്യങ്ങൾ ഇനിയുണ്ട്, അത് ഞാൻ പിന്നീട് ചോദിച്ചോളാം. യെസ്. അപ്പൊ ഇതിന്ന് കിട്ടിയ പോയിന്റുകൾ ഞാൻ പറയാം. ശ്രുതി ലക്ഷ്മി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ 1 പോയിന്റ് കിട്ടിയ രണ്ടുപേരും 2ാം സ്ഥാനം ഉറപ്പാക്കിയവരാണ്. 1ാം സ്ഥാനം ഉറപ്പാക്കിയ കുറച്ചധികം പേരുണ്ട്. ഹരിത 2 പോയിന്റ് ഉണ്ട്. പ്രവീണ 2 പോയിന്റ് ഉണ്ട്. ആർസു 2 പോയിന്റ് ഉണ്ട്. നർമിത 2 പോയിന്റ് ഉണ്ട്. അഞ്ചു 2 പോയിന്റ് ഉണ്ട്. അല്ലൂസിന് 1 പോയിന്റ് ഉണ്ട്. യെസ്. അപ്പൊ 2 പോയിന്റ് കിട്ടിയവരൊക്കെ 1ാം സ്ഥാനത്തും 1 പോയിന്റ് കിട്ടിയവരൊക്കെ 2ാം സ്ഥാനത്തും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. യെസ്. ഇനി സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സർ, ഞാനാണ് സൈൻ ഔട്ട്. യെസ്, ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. Good morning, sir. Good morning, students. I extend a heartful thank to all who make today's section success. Thank you, sir, for your valuable time. Today we discuss about the present participle. Today's section is very informative for us, and thank you all for your cooperation. Thank you. Okay, okay, okay. thank you sir. We will meet in the Thank you next. sir. Okay, well. Thank you, sir. Okay.